അപ്പം ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാം. പിന്നെ ഇതിൻ്റെ പുറത്ത് ഐസ്ക്രീം വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പയ്യാണിത്. ഇത് കുട്ടികൾക്ക് നമുക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാണ്. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഹാൻഡ് വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഫോർക്കായാലും മതിയാകും. ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിക്കുന്നത് കൊണ്ടും പ്രശ്നമൊന്നുമില്ല. ഇതാകുമ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നല്ല സ്പീഡിന് ചെയ്യണേ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും മാത്രമേ എടുക്കാവൂ. ഇനി നമ്മളിവിടെ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാനിവിടെ ഒരരിപ്പ് ഇതുപോലെ വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. ഈ മൈദാമാവ് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് അരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇത്രയും മതിയാകും. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പം ആപ്പിളിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം അതിൻ്റെ സെൻറ്ററിലെ പോർഷൻ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ റൗണ്ടിന് വേണം സ്ലൈസ് ചെയ്തെടുക്കാനുള്ളത്. ആപ്പിൾ ഞാൻ ഇതുപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇതുപോലത്തെ സ്ലൈസും എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയും മതിയാകും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ 5 സ്ലൈസ് എടുത്തിട്ടുണ്ട്. കണ്ടോ ഇതുപോലെ. ഇനി ഇതുപോലെ സ്ലൈസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ ചെറി എടുത്തിട്ടുണ്ട്. ഈ ചെറി ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് നമ്മളിത് വെക്കണം, അല്ലെങ്കിൽ ആപ്പിൾ കറുത്തു. ഞാൻ ഇതിൻ്റെ നടുക്ക് ഒരു ചെറിയ പീസ് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ സെൻറ്ററിൽ ഞാനിങ്ങനെ ചെറി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ മാവ് നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഇത് കട്ടി കുറഞ്ഞതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് ചൂടോടെ തന്നെ കഴിക്കുകയും ചെയ്യാം. ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിലേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാൻ ഗ്യാസിലേക്ക് വെക്കാം. ഇത് ഞാൻ അടച്ചു വെച്ചാണ് വേവിക്കാൻ പോകുന്നത്. 2 മിനിറ്റ് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഞാൻ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാത്ത തവയൊക്കെ വീട്ടിലുണ്ടാവില്ലേ, ഇതുപോലത്തെ ഒരു തവ എടുത്തിട്ട് അത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഈ പാൻ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടികട്ടിയുള്ള പാനൊക്കെ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ അടപ്പ് നമ്മൾ മാറ്റരുത് കേട്ടോ. ഞാൻ ഈ പഴയ തവ എടുത്ത് വെക്കാണ്. ഡയറക്റ്റ് ചൂട് കിട്ടാതിരിക്കാനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ തവയുടെ പുറത്ത് നമുക്ക് ഈ പാൻ എടുത്ത് വെക്കാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്പാച്ചില കൊണ്ട് പതുക്കെ ഒന്ന് ഇതിൻ്റെ സൈഡൊന്ന് ഇളക്കി വിട്ട് കൊടുക്കാം. ഈസി ആയിട്ട് നമുക്ക് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പാച്ചില കൊണ്ട് ഇളക്കുന്നത്. ഞാൻ മറ്റൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത് കമഴ്ത്തി വെച്ചിട്ട് ഈ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കും. നമ്മുടെ ഇവിടുത്തെ ആപ്പിളാണ് ഈ വന്നിരിക്കുന്നത്. ഞാൻ കമഴ്ത്തിയപ്പോൾ പറ്റിയതാണ്. അത് സാരമില്ല, നമുക്കിത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ? അപ്പം ഓക്കെ.
അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മറു സൈഡും കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ പാൻ ഇനി അടിയിലുള്ള പാൻ മാറ്റിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് ഒരു 5 മിനിറ്റ്, ആ 5 മിനിറ്റ് കൊണ്ട് തന്നെ അടിഭാഗവും നമുക്ക് ഓൾറെഡി വെന്തിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി ഒന്ന് വേകാനാണ് അങ്ങനെ ചെയ്യുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ആപ്പിൾ പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആപ്പിൾ കേക്കാണോ എന്ന് ചോദിച്ചാൽ കേക്കല്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൈയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അതുപോലെ തന്നെ നമ്മളുടെ സലു കിച്ചൻ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ.